ഈ ആഴ്ചയുടെ സമാപന പ്രാർത്ഥനാ ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്, ആലപ്പുഴയിലെ സഭയിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടരുകയാണ്. ഇന്ന് സമാപന ദിവസമാണ്. താല്പര്യമുള്ളവർക്കെല്ലാം ഇന്ന് രാവിലെ 10:30-ക്കുള്ള പ്രാർത്ഥനയിൽ കടന്നു വരാം. പരീക്ഷയുള്ള കുട്ടികളും കടന്നു വരണം. നിങ്ങൾക്ക് ജ്ഞാനം തരുന്നത് നിങ്ങളുടെ പഠനവും ഉറക്കളിപ്പോ കഷ്ടപ്പാടുമല്ല, നിങ്ങൾക്ക് ജ്ഞാനം തരുന്നത് ദൈവമാണ്. ബൈബിളിൽ പറയുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ സംശയിക്കാതെ ചോദിച്ചാൽ അവന് ലഭിക്കുമെന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ജ്ഞാനം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം മതിയോ ജ്ഞാനം? പോരാ. മുന്നോട്ട് ജീവിക്കാനുള്ള ജ്ഞാനം ദൈവത്തോട് നമ്മൾ ചോദിക്കണം, ചോദിച്ചു വാങ്ങണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, മാസത്തിൽ 3 ദിവസമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് പ്രൈസ് ജനറേഷൻ കുടുംബങ്ങളിലെ എല്ലാവരും തന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലുള്ള ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സംബന്ധിച്ചിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു പ്രാർത്ഥന സഭയിൽ വെച്ചിട്ട് നിങ്ങളതിൻ്റെ ഒരു പങ്കാളിയായില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം മുഴുവൻ നിങ്ങൾക്കാണ്. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പലർക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവം അതിനുള്ളൊരു ക്രമീകരണം താമസിയാതെ ചെയ്യും. സൂമിലൂടെ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാൻ അതിനുള്ള ക്രമീകരണങ്ങൾ യേശു കർത്താവ് ചെയ്യട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസം യേശു കർത്താവിനെ ഹൃദയവും മനസ്സും തുറന്ന് ആത്മാവിലും സത്യത്തിലും പാടി ആരാധിക്കാം. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. യേശുവേ യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം നിഴലിനേക്കാൾ
എൻ ശ്വാസമേ എന്നെന്നും എൻ ശ്വാസമേ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം പൂർത്തിയാക്കി. അതിൽ യേശു കർത്താവ് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. പീലാത്തോസിൻ്റെ ആ വലിയ വിസ്താരങ്ങളും പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ നോക്കുന്നതും, എന്നാൽ യഹൂദജനം അതിന് സമ്മതിക്കാതെ പീലാത്തോസിനെ നിർബന്ധിക്കുന്നതെല്ലാം നമ്മൾ ചിന്തിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. വാസ്തവത്തിൽ പീലാത്തോസിൻ്റെ ഭാര്യ ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കൂടുതൽ യേശുവിനെ സ്വതന്ത്രമാക്കാനുള്ള നിർബന്ധം തൻ്റെ ഉള്ളിലുണ്ടാക്കി. അതുമാത്രമല്ല, കാരണം പീലാത്തോസിന് യേശു രാജാവാണെന്ന് മനസ്സിലാക്കാൻ കാരണങ്ങളുണ്ടായി. അതായത് പീലാത്തോസിൻ്റെ ഒരു കത്ത് എന്ന് പറഞ്ഞ് ഒരു കത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം വാസ്തവമാണെന്നൊന്നും അറിയില്ലെങ്കിലും പീലാത്തോസ് എഴുതിയ ഒരു കത്ത്, അന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും രേഖാമൂലം എഴുതി അതിൻ്റെ ഉത്തരവാദികൾക്ക് അയച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പീലാത്തോസ് എന്ന നാടുവാഴിക്കുണ്ടായിരുന്നു. അപ്പോൾ പീലാത്തോസ് യേശുവിനെ കണ്ടപ്പോൾ നല്ല ഉയരം, വളരെയധികം സൗന്ദര്യം, തോളോളം തലമുടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ശാന്തതയുള്ളൊരു മുഖം, ആർക്കും അധിക നേരം ആ മുഖത്തേക്ക് നോക്കാൻ ഭയമാകും, അധികം നേരം നോക്കി നിൽക്കാൻ കഴിയില്ല. വാക്കുകൾ വളരെ ഗംഭീരമാണ്, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇതെല്ലാം ആ കത്തിൽ എഴുതി. അപ്പോൾ പീലാത്തോസ് യേശുവിനെ മനസ്സിലാക്കാൻ പീലാത്തോസിൻ്റെ ഒരു സെക്രട്ടറിയെ യേശുവിൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം വിട്ടെന്നാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് പറയുന്നുണ്ട്, പരാമർശിക്കപ്പെടുന്നുണ്ട്. പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ സെക്രട്ടറി ഈ യോഗത്തിൽ എല്ലാം പങ്കെടുത്ത് അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അദ്ദേഹമാണ് എല്ലാ റിപ്പോർട്ടും പീലാത്തോസിന് കൊടുത്തിരുന്നത്. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കൊന്നും മടങ്ങിപ്പോകാൻ പറ്റില്ല, ആകർഷിക്കപ്പെടും. അങ്ങനെ ഈ സെക്രട്ടറി, പീലാത്തോസിൻ്റെ സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ് പീലാത്തോസിന് റിപ്പോർട്ടുകൾ കൊടുത്തത്. ഒരിക്കൽ ഈ സെക്രട്ടറി ഇരിക്കുമ്പോഴാണ് കുറച്ച് പേര് വന്നിട്ട്, പരീശന്മാരൊക്കെ വന്നിട്ട്, കൈസർക്ക് കരം കൊടുക്കാമോ? എന്തിനാണ്? ഇതിൻ്റെ റിപ്പോർട്ട് പീലാത്തോസിൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളൊരു നാണയം കാണിക്കുക. ഒരു നാണയം അവർ കാണിച്ചപ്പോൾ ഇതിനകത്ത് സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? കൈസറുടേതാണ്. അതിനകത്തുള്ള പടം കൈസറുടേതാണെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉള്ള വാക്കുകൾ യേശു ഉപയോഗിച്ചപ്പോൾ താൻ ഗവൺമെൻറ്റിനെതിരല്ലെന്നും താൻ ഒരു തീവ്രവാദ സംഘടനയുടെ ലീഡർ അല്ലെന്നും പീലാത്തോസിന് മനസ്സിലായതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കൈത്താങ്ങലുകളും പീലാത്തോസ് രഹസ്യമായി ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. അതുകൊണ്ടാണ് യേശു രാജാവാണ് എന്ന് പീലാത്തോസ് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ അല്ല നീ തന്നെ പറയുന്നതാണോ എന്ന് യേശു എടുത്തു ചോദിച്ചു. യേശുവിന് മനസ്സിലായി, ഇവന് മനസ്സിലായെന്ന്. എന്നിട്ടും യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണോ, ബറബാസിനെ വിട്ടുതരണോ? അവിടെ ചോദിക്കുന്ന ചോദ്യം യഹൂദന്മാരുടെ രാജാവിനെ. അടുത്തത് വേറൊരു ഭാഗത്ത്, നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ കൊണ്ടുപോയി ക്രൂശിക്കും. അപ്പോൾ പീലാത്തോസ് യേശു ദൈവപുത്രനാണെന്നും രാജാവാണെന്നും വിശ്വസിച്ചിരുന്നു.
എന്നാൽ ഏറ്റുപറഞ്ഞില്ല. ഇതാണ് പീലാത്തോസ് രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം. നമ്മൾ പറയും, അയ്യോ, ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്ന, യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്ന പീലാത്തോസ് എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടില്ല? അതിൻ്റെ കാരണം വിശ്വാസം ഉണ്ടായതുകൊണ്ട് രക്ഷിക്കപ്പെടില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ ഏതു പാപിയായിരുന്നാലും കടുംചുവപ്പായ പാപം പോലും ഹിമം പോലെ വെള്ളയായി ആ വ്യക്തി വിശുദ്ധനായി പരിശുദ്ധനായ ദൈവത്തിൻ്റെ മകനായി തീരും. അത്ര വലിയ ഭൂമിയിൽ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. ചെറിയ കാര്യമല്ല. അപ്പോൾ ജെയിംസ് എർവിൻ എന്ന ഒരാൾ ഒരിക്കൽ മാരാമൺ കൺവെൻഷന് വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഈ ജെയിംസ് എർവിൻ എന്ന അദ്ദേഹം ചന്ദ്രനിൽ പോയിട്ട് വന്നയാളാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം മാരാമൺ കൺവെൻഷന് വന്നപ്പോൾ അന്നത്തെ പത്രക്കാരെല്ലാം അദ്ദേഹത്തെ വളഞ്ഞു, ചന്ദ്രനിൽ നടന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ചന്ദ്രനിൽ മനുഷ്യൻ നടക്കുന്നത് വലിയ കാര്യമാണ്, എന്നാൽ അതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവം ഭൂമിയിൽ നടന്നത്. ജെയിംസ് എർവിന് പറയാനുള്ളത് അതാണ്, ദൈവം ഭൂമിയിൽ നടന്നു. അപ്പോൾ ഇത് വിശ്വസിച്ച് ആ ഭൂമിയിലേക്ക് കടന്നു വന്ന തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്ന കർത്താവിനെ വിശ്വസിച്ചാൽ പോരാ, ആ കർത്താവ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമെന്ന് നാം ഏറ്റുപറയുമ്പോഴാണ് അത് നമ്മുടേതാകുന്നത്. അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. വിശ്വാസത്തിൻ്റെ 3 കാര്യങ്ങളാണ്. വിശ്വാസത്തിൽ 3 കാര്യമുണ്ട്. ഒരു കാര്യം അറിഞ്ഞാൽ നമ്മുടേതാകൂല. നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു കച്ചവടക്കാരൻ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പാത്രം കഴുകുന്ന ഒരു പുതിയ പൗഡറാണ് ഇത്, അല്പം മതി, നല്ല പാത്രമൊക്കെ നന്നായിട്ട് വെളുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകില്ല. അറിഞ്ഞു. മാത്രമല്ല അത് നമ്മൾ അംഗീകരിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ വേറെ പാത്രം കഴുകുന്ന പൗഡറുകളുണ്ട്. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന പോലെയൊക്കെയാണ്, കൈക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല, മറ്റു വല്ലതും അങ്ങനെയാണ്, ഇതിന് വില കുറവാണ്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മളിത് അംഗീകരിച്ചു. മറ്റുള്ളതിനോട് തുലനം ചെയ്ത് നോക്കിയപ്പോൾ എന്നിട്ട് നമ്മുടെ ആയില്ല. നമ്മളകത്ത് പോയി ഒരു 100-150 രൂപ അതിൻ്റെ വില കൊണ്ടുവന്ന് കൊടുത്ത് അത് നമ്മുടെ കയ്യിൽ വന്നപ്പോഴാണ് നമ്മുടേതായത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം അത് നമ്മുടേതല്ല, അദ്ദേഹത്തിൻ്റെതാണ്. എന്നെല്ലാം വില കൊടുത്ത് വാങ്ങി. ഒരു വലിയ വില വിശ്വാസ ജീവിതത്തിന് കൊടുക്കണം. എന്നാൽ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല വിശ്വാസം. കാരണം അതത്ര വിലയേറിയ രക്ഷയാണ്. അതുകൊണ്ട് യേശു തൻ്റെ ചോര കൊണ്ട്, തൻ്റെ ജീവൻ കൊടുത്ത്, വില കൊടുത്ത് വാങ്ങി തന്നതാണ് രക്ഷ. മനുഷ്യർക്ക് ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പീലാത്തോസ് വിശ്വസിച്ചു. എന്നാൽ പീലാത്തോസിന് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേൾക്കുന്ന പലരും അറിയേണ്ട ഒരു സത്യം, പീലാത്തോസ് എത്ര വലിയ സമ്പന്നനായിരുന്നു, എത്ര അധികാര പദവികളുള്ളവനായിരുന്നു, കുടുംബസ്ഥനായിരുന്നു. ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലുതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം പാപിയായിട്ടാണ് മരിച്ചത്. യേശുവിനെ തൊട്ടടുത്ത് കണ്ടു, യേശുവിനെ രക്ഷിക്കാൻ നോക്കി, രക്ഷകനെ രക്ഷിക്കാൻ നോക്കിയ ആളാണ്. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയാതെ ഒരാൾക്കും ദൈവ പൈതലാകാൻ കഴിയില്ല. ക്രൂശിലെ കള്ളനെ നോക്കി, നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ, അതാണ് രക്ഷ. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലുണ്ടാകും. യേശുവേ നീ രാജാവാണെന്ന് മാത്രം പറഞ്ഞാൽ രക്ഷിക്കപ്പെടില്ല. എന്നെ ഓർക്കണേ, എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തണേ, ആ ഒരു വാക്ക് വരണം. നമ്മൾ പറയുന്ന വാക്കുകളുടെ സ്ഫുടതയിലല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്, ഹൃദയത്തിൻ്റെ തീരുമാനമാണത്. അപ്പോൾ ഇദ്ദേഹത്തിന്, പീലാത്തോസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയി.
ആ പദവിയിലും സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ തനിക്ക് നിൽക്കേണ്ടി വന്നു. തൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ ഒരു മേലെഴുത്ത് എഴുതി വെച്ചു, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. മറ്റുള്ളവർ വന്ന് പറഞ്ഞു അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി. അപ്പോൾ യേശുവിനെ ഈ ലോകത്തിൽ രാജാവാണെന്ന് പ്രസന്റ് ചെയ്യാൻ ദൈവം ഒത്തിരി ഉപയോഗിച്ചൊരു മനുഷ്യനാണ് എന്ന് കരുതി അദ്ദേഹം രക്ഷിക്കപ്പെടണമെന്നില്ല. ഇതുപോലെ ദൈവസഭയ്ക്ക് പൈസ കൊടുത്തതുകൊണ്ടും ദൈവ വേലയെ സഹായിച്ചതുകൊണ്ടും ചർച്ച് പണിത് കൊടുത്തതുകൊണ്ടും ചർച്ചിൻ്റെ വേലയെ സഹായിച്ചതുകൊണ്ടും പാവങ്ങളെ യേശു പറയുന്നത് പോലെ സഹായിച്ചതുകൊണ്ടും ഒന്നും ഒരാൾ സ്വർഗത്തിൽ പോയില്ല. കൊർന്നല്യോസ് അവൻ്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തി. എന്നാൽ കൊർന്നല്യോസ് സ്വർഗത്തിലെത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഒരു ദൂതനെ കൊർന്നല്യോസിൻ്റെ വീട്ടിലോട്ട് കർത്താവ് പറഞ്ഞു വിട്ടത്. അങ്ങനെ പത്രോസ് വന്ന് വചനം പറഞ്ഞപ്പോൾ അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. എന്താ കാരണം? പത്രോസിൻ്റെ കാലിലാണ് വീണത് വന്ന്. അപ്പോൾ പത്രോസ് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മളൊക്കെ ഒരുപോലെയുള്ളവരാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. അവർക്ക് അറിയാവുന്നതൊക്കെ ബെസ്റ്റായിട്ട് ചെയ്തു. അതായത് സാക്ഷാൽ വചനമായി അവരതിനെ കൈക്കൊണ്ടു. ദൈവം അയച്ചിട്ട് വരുന്നൊരു മനുഷ്യൻ്റെ വചനം കൈക്കൊള്ളുമ്പോൾ തന്നെ നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു, എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പോകുന്ന ഇത് കേൾക്കുന്ന നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഒരാൾ അംഗീകരിച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവിനെ അംഗീകരിച്ചു. അപ്പോൾ കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി പിതാവിനെ അംഗീകരിക്കുകയാണ്. ഇതാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. പീലാത്തോസിനെ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ കേട്ട വചനങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ വാ കൊണ്ട് ഏറ്റുപറയണം. അതാണ് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ പ്രധാന ഭാഗം. അതാണ് പീലാത്തോസും യേശുവും തമ്മിലുള്ള സംഭാഷണങ്ങളും പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളും. എന്നിട്ടും അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യേശു ക്രൂശിൽ മരിക്കണമായിരുന്നു. പീലാത്തോസ് വിചാരിച്ചാലും ഇത് ദൈവത്തിൻ്റെ നിർണയമാണ്, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. പീലാത്തോസ് അല്ല, ആര് വിചാരിച്ചാലും അത് നടക്കില്ല. ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, അല്ല ഇത് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ നടക്കണം. യേശുവിനെ അറിയത് ഇത് കുടിക്കാനുള്ളതാണെങ്കിലും നമുക്ക് ഒരു മാതൃകയാകേണ്ടതിന് യേശു ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മുഴുവനും പ്രാർത്ഥനയാണ്. അത് യേശു നമുക്കൊരു മോഡലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന മുഴുവനും രാത്രികളിലും അതിരാവിലെയും നിർജ്ജന സ്ഥലങ്ങളിലുമായിരുന്നു. യേശുവിനെ സ്വീകരിച്ചവർ എത്ര വലിയ അനുഗ്രഹീതരാണ്. വലിയ നാടുവാഴികൾക്ക് പോലും യേശുവിനെ കൈക്കൊള്ളാൻ കഴിയാതെ പോയപ്പോൾ, കൃപ ലഭിക്കാതെ പോയപ്പോൾ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി. നമുക്ക് ലഭിച്ച ഈ രക്ഷയെ നമ്മൾ അധികം ഗൗരവത്തോടെ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ഇതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ വലിയ വില മുടക്കിയില്ലല്ലോ. എന്നാൽ അനേകർ കൊതിച്ചിട്ടും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് നമുക്ക് ലഭിച്ചതാണ്. സുവിശേഷം പ്രവചിച്ച, യേശുവിൻ്റെ വരവ് പ്രവചിച്ച പ്രവാചകന്മാർ ഇത് ഞങ്ങളുടെ കാലത്ത് നടക്കുമോ എന്ന് ആഗ്രഹിച്ചു. പിന്നെ അവർക്ക് മനസ്സിലായി അവരുടെ കാലത്തല്ല, നമ്മുടെ കാലത്ത് ഇതൊക്കെ നടക്കുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾ പോലും അവരാഗ്രഹിച്ചതാണ്. ഇതുപോലൊരു മശിക വരുമ്പോൾ ഞങ്ങളുടെ കാലത്ത് വന്നിരുന്നെങ്കിൽ. മശികായി അവരെല്ലാം കാത്തിരുന്നു. അപ്പോൾ അത് ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നന്ദിയുള്ളവരായിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. നമുക്ക് എത്തിപ്പിടിക്കാവുന്ന സമയത്തെല്ലാം എത്തിപ്പിടിക്കണം. വിശ്വസിക്കാവുന്ന സമയത്ത് വിശ്വസിക്കണം. സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കണം. നാളെയാകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറയരുത്. ഏത് തീരുമാനത്തിനും പിന്നെ ആകട്ടെ ഇല്ല, പിന്നെയാകാൻ പറ്റില്ല. ഇത് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും
യേശുവിനെ മനസ്സിലാക്കിയ ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു നല്ല ജീവിതം നയിപ്പാൻ ഓരോ മക്കളെ അങ്ങ് ശക്തീകരിക്കണം. കുട്ടികളുടെ പരീക്ഷ അത്ഭുതകരമായിട്ട് നടക്കട്ടെ. വീടുകളിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകട്ടെ. ചൂടിൻ്റെ അസ്വസ്ഥതകളെല്ലാം കേരളക്കരയെ വിട്ട് മാറട്ടെ. പല നാടുകളിൽ നിന്ന് കേൾക്കുന്നവരുടെ ആ നാടുകളിൽ അവരുടെ ജോലി, അവരുടെ ക്ലൈമറ്റ്, അവരുടെ യാത്രകളിലെല്ലാം കൂടെ കാവലുണ്ടാകും. യേശുവുമായി ഏറ്റവും അടുത്ത ഒരു ബന്ധത്തിലേക്ക് ഇവർ വരട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഈ മക്കളുടെ മേലിപ്പോൾ വരട്ടെ. ഇവരുടെ ശരീരങ്ങൾക്ക് നല്ല ബലവും പുഷ്ടിയും ഉണ്ടാകും. മാനസികാരോഗ്യമുണ്ടാകട്ടെ, ആത്മീകാരോഗ്യമുണ്ടാകട്ടെ, കുടുംബ സമാധാനമുണ്ടാകട്ടെ, ദൈവസമാധാനം കൊണ്ട് ഇവർ നിറയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലത്തെ 10:30 പ്രാർത്ഥന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപനമാണ്. ഉച്ചയോടെ അവസാനിക്കും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. നിങ്ങൾ കടന്നു വരണം. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഇന്ന് വരെയും വരാത്തവർ, നിങ്ങൾക്ക് ചർച്ചിലേക്ക് സ്വാഗതം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ തുടരുന്നതാണ്. ഗോഡ് ബ്ലസ് യു.